രത്നമോ, ദേ അവര് വന്നു. ആഹാ, വന്നല്ലോ വനമാല. എപ്പ എത്തി? ഞാൻ വന്നിട്ട് കുറെ നേരമായി. അങ്ങ് കരുനാഗപ്പള്ളിയിൽ അറിഞ്ഞു കാണും അപ്പുമോന്റെ കാലിലെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റുമെന്ന്. ഇവിടെ ആർക്കും വൈകാരികമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് ഇങ്ങ് പോരാലോ. അതെന്താ വസുമതി അമ്മേ, മോനെ വെച്ചൊരു വർത്താനം? അപ്പുമോ വയ്യാതെ കിടക്കുന്ന കണ്ടിട്ട് സ്ഥലം വിട്ടതാണല്ലോ. കരുനാഗപ്പള്ളിയിലെ പോത്ത് പ്രസവിക്കാറായി എന്നും പറഞ്ഞ്. ഞാൻ എൻ്റെ വീട്ടിലോട്ടാ പോയേ. അവിടെ എനിക്ക് പല കാര്യങ്ങളും കാണും. കരുനാഗപ്പള്ളിയിലെ പോത്ത് ചിലപ്പോൾ പ്രസവിച്ചെന്നും വരും. ഓ, അങ്ങനെ ഉണ്ടായതാണല്ലോ 3-4 മക്കള്. വന്നതേ തുടങ്ങിയോ കീരിമ്പാമ്പും കളി? എന്റെ മോനെ, ഞാൻ അങ്ങ് അമ്പലപ്പുഴയ്ക്ക് പോവുക. ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവത്തില്ല. അച്ഛമ്മ പോകാനോ? ആ, പിന്നല്ലാതെ. പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ. ശോ, അതെന്തൊരു പോക്കാ. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട്. എനിക്കിഷ്ടപ്പെടാത്തത് കണ്ട ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞു പോവും. വെറുതെ എന്തിനാ വഴക്ക്? അല്ലെങ്കിൽ 2 മുത്തശ്ശിമാർ ഒരു വീട്ടിൽ നിന്നാൽ ശരിയാവത്തില്ല. എങ്ങനെയുണ്ട് അപ്പുണ്ണി ഇപ്പോ? അടുത്ത അഭ്യാസം തുടങ്ങാറായോ? കാണട്ടെ കാല് പഴയതുപോലെ ആയോ? കാല് മാറിയിട്ടൊന്നുമില്ല അമ്മേ, പഴയ കാല് തന്നെയാ. അയ്യട തമാശ. ഒന്ന് എഴുന്നേറ്റ് നടന്നേ കാണട്ടെ. നടക്കാനൊന്നും പറ്റില്ല. പറ്റില്ലെന്നോ? എന്താ വിജയേട്ട നീ പറയുന്നേ? എടി, അനങ്ങാതിരുന്ന കാലല്ലേ, വഴങ്ങി വരാനായിട്ട് ഇത്തിരി സമയം എടുക്കും. വിജയ, ഞാനങ്ങ് പോവുക. ഇപ്പൊ പോയാ എനിക്ക് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്താം. അമ്മ ഇത്ര പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞോ? പോകാൻ ഉറപ്പിച്ചു തന്നെയാണോ? എത്ര തവണ പറയണോ? ദാ, എനിക്ക് വേണ്ട അച്ഛമ്മ. ഇരിക്കട്ടെടി, എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാലോ. എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ മതിയല്ലോ. വലിയ ഗമ കാണിക്കല്ലേ വേണേ. എന്ത് ചോദിച്ചാലും തരുന്ന ഒരു അച്ഛൻ. രത്നമ്മ കണ്ണുരുട്ടി കാണിച്ച് അവന്റെ കൈ പുറകോട്ട് വലിയുമല്ലോ. സൂക്ഷിച്ചു വെക്കണേ മോളെ. കരുനാഗപ്പള്ളിയിലൊക്കെ പഠിച്ച കള്ളന്മാരുണ്ടെന്നാ കേൾവി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? കരുനാഗപ്പള്ളിയിൽ മാത്രമേ കള്ളന്മാരുള്ളോ? പഠിച്ച കള്ളന്മാരുടെ കാര്യമാടി ഞാൻ പറഞ്ഞേ. എന്റെ അമ്മ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ അത്? നിന്റെ അമ്മയെ മാത്രമല്ലടി, നിന്നെ ഞാൻ ഉദ്ദേശിച്ചു. നിങ്ങൾ രണ്ടുപേരും പഠിച്ച കള്ളികളല്ലെന്നേ ഉള്ളൂ. പഠിച്ച കള്ളിയായിരുന്നെങ്കിൽ നിന്റെ അമ്മ ജാനിമോളുടെ ബാഗിൽ നിന്ന് 1000 രൂപ അടിച്ചു മാറ്റിയപ്പോ പിടിക്കുകയില്ലായിരുന്നല്ലോ. നീ പണ്ട് അമ്പലപ്പുഴയെ വെച്ച് സർലയുടെ കൊച്ചിന്റെ അരിഞ്ഞാണം ഓട്ടിച്ച കഥ ഞാനിവിടെ വിസ്തരിക്കണോ? വേണോ? ആരും കൂടുതലൊന്നും വിസ്തരിക്കണ്ട. അമ്മ പോകാൻ ഇറങ്ങിയാണെങ്കിൽ പോ. ആ, അതാ നല്ലത്. പോട്ടെ മോളെ. അപ്പൂ, സൂര്യമോളെ, അച്ചമ്മ പോവുകയാണേ. സ്വന്തം പേർക്കുട്ടികൾക്ക് വല്ലതും കൊടുക്കാൻ കൈക്ക് നീളം പോരാ. വല്ലവന്റെ മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല നീളം. നിന്റെ മക്കൾക്ക് നീ തെണ്ടിപ്പെറുക്കിയാണേലും കൊടുക്കുമെന്ന് എനിക്കറിയാവടി. അങ്ങനല്ല ഇവളുടെ കാര്യം. പിന്നെ ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണമെന്നൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. പ്രത്യേകിച്ച് നേര് നിറിയില്ലാത്ത നീ. ശരി, ഞാൻ വരണോ അമ്മയെ കൊണ്ടുവിടാൻ? അതിന്റെ ആവശ്യം വരുമ്പോ ഞാൻ പറയാം. ഹോ, സമാധാനമായി. ഇനിയെങ്കിലും നേരെ ചൊവ്വേ ശ്വാസം വിടാലോ. ഇനി എനിക്കെന്നാണാവോ ഒരു സമാധാനം? എനിക്കും വിടണ്ടേ ശ്വാസം? അല്ലടാ പോകട്ടെ. എന്താടി നോക്കി നിൽക്കുന്നേ? ചെന്ന് ജോലി തീർക്കടി. വേണ്ട, അമ്മ അങ്ങോട്ട് പോയ ഉടനെ അവളുടെ മെക്കെട്ട് കയറണ്ട. പതിയെ മതി.